വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. മുത്തങ്ങ കേസിലെ വിധി വരികയാണ്. 23 വർഷങ്ങൾക്ക് ശേഷം ആ കേസിലെ വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംശയാതീതമായി ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാൽ 23 മുതൽ 57 വരെ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. അതായത് 34 പ്രതികളെ 23 മുതൽ 57 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. ബാക്കി പ്രതികളുടെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് കോൺസ്റ്റബിളായിരുന്ന വിനോദിന്റെ കൊലപാതകത്തിൽ 34 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. KV വിനോദിന്റെ മരണത്തിൽ ഗൂഢാലോചന തെളിയിക്കാൻ സംശയാതീതമായി ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. 23 മുതൽ 57 വരെ പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ പ്രവർത്തകരാണ് ഇവർ. 2003-ലാണ് മുത്തങ്ങയിൽ കുടിൽ കെട്ടിയ ആദിവാസി ഗോത്ര മഹാസഭാ പ്രവർത്തകരെ പോലീസ് ആക്ഷനിലൂടെ ഒഴിപ്പിക്കാനുള്ള ശ്രമം സംഘർഷത്തിൽ കലാശിക്കുകയും പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സമരക്കാരനായിരുന്ന ജോഗിയും കൊല്ലപ്പെട്ടിരുന്നു. ഇതിലിപ്പോൾ ആ കേസിന്റെ വിചാരണ എത്തിയിട്ടില്ല. പോലീസുകാരനായ KV വിനോദിന്റെ മരണത്തിൽ ആണ് ഇപ്പോൾ വിചാരണ പൂർത്തീകരിച്ച് ശിക്ഷാ പ്രഖ്യാപനം നടത്തുന്നത്. 2016-ലാണ് വിചാരണ കോടതിയിലേക്ക് ഈ വിഷയം എത്തിയത്. സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാൽ 23 മുതൽ 57 വരെ പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. നമുക്കറിയാം, AK ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ഏറെ കോളിളക്കം ഉണ്ടാക്കിയ വിഷയമാണ് മുത്തങ്ങ സംഭവം. മുത്തങ്ങ സംഭവത്തെ അടിസ്ഥാനമാക്കി ഈ അടുത്ത് ഒരു സിനിമ പോലും ഉണ്ടായിരുന്നു. CK ജാനുവിൻ്റെയും ഗീതാനന്ദൻ്റെയും നേതൃത്വത്തിൽ ആദിവാസി ഗോത്ര മഹാസഭയുടെ പ്രവർത്തകർ ആദിവാസികൾക്ക് ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് മുത്തങ്ങ ഫോറസ്റ്റ് മേഖലയിൽ കുടിൽകെട്ടി താമസം തുടങ്ങി. ഈ ആദിവാസി ഗോത്ര മഹാസഭാ പ്രവർത്തകരെ അവിടെ തമ്പടിച്ച ആദിവാസി ഗോത്ര മഹാസഭാ പ്രവർത്തകരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ആക്ഷൻ ഉണ്ടായത്. ആ പോലീസ് ആക്ഷൻ വലിയ മർദ്ദനത്തിലേക്ക് നയിച്ചു. ആ പോലീസ് ആക്ഷൻ ഒടുവിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. അങ്ങനെ ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളും കൊല്ലപ്പെട്ടു. നിഷ്ഠൂരമായ മർദ്ദനം ഈ ആദിവാസി ഗോത്ര മഹാസഭാ പ്രവർത്തകർ അവിടെ കുടിൽ കെട്ടി താമസിച്ച ആളുകൾക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ കേസിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിലാണ് ഇപ്പോൾ വിധി വരുന്നത്. 23 മുതൽ 57 വരെ പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരണ കോടതി വ്യക്തമാക്കുന്നു. മറ്റ് പ്രതികളുടെ കാര്യത്തിലുള്ള വിവരം വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രതികളിൽ ജീവിച്ചിരിക്കുന്ന പ്രതികളിൽ 3 പേർ ഒഴികെ എല്ലാ പ്രതികളും കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. കോടതി വിധിയിൽ പറയുന്നു 23 വർഷമാണ് ഈ കേസിൽ അന്വേഷണം തുടങ്ങിയതിനു ശേഷം വിചാരണ അടക്കം വരുമ്പോൾ പൂർത്തീകരിക്കുന്നത്. 2016-ലാണ് ഈ കോടതിയിൽ എത്തിയിട്ടുള്ളത്. പ്രതികളെ ഒരുമിച്ച് കോടതിയിൽ എത്തിക്കാൻ കാലതാമസം ഉണ്ടായതായി കോടതി നിരീക്ഷിച്ചു. 15 പേർ മരണപ്പെട്ട വിവരം കൃത്യമായി കോടതിയിൽ എത്തിയിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 23 മുതൽ 57 വരെ പ്രതികളെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. മറ്റു വിവരങ്ങൾ വരാൻ ഉണ്ട്. ഇപ്പോൾ വിധി പ്രസ്താവം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു. പോലീസുകാരനായ KV വിനോദി പോലീസ് ആക്ഷനിടെ കൊല്ലപ്പെടുകയായിരുന്നു. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് ഗീതാനന്ദൻ അടക്കമുള്ള ആളുകൾ പ്രതികളാണ് ഈ കേസിൽ. ആദിവാസി ഗോത്ര മഹാസഭയുടെ പ്രവർത്തകരെ അതിനിഷ്ഠൂരമായ പോലീസ് ഓപ്പറേഷനിലൂടെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു. ആദിവാസികൾ ചെറുത്തു നിൽക്കുകയും തുടർന്ന് പോലീസുകാരനായ KV വിനോദ് മരിക്കുകയുമാണ് ഉണ്ടായത്. മറ്റ് പല ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. കൂടുതൽ മരണങ്ങളടക്കമുള്ള ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. റെക്കോർഡിക്കലി 2 മരണമാണ് ഉള്ളത്. അതിൽ KV വിനോദിന്റെ മരണത്തിൽ 23 മുതൽ 57 വരെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് വരുന്നത്. മറ്റു പ്രതികളുടെ കാര്യത്തിലുള്ള ഉത്തരവ് വന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഇപ്പോൾ വിധി പ്രസ്താവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഢാലോചന സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 34 പ്രതികളെ അതുകൊണ്ട് തന്നെ വെറുതെ വിട്ടിരിക്കുന്നു. 2003 ഫെബ്രുവരിയിലാണ് മുത്തങ്ങ സംഭവം ഉണ്ടാവുന്നത്. വയനാട്ടിലെ മുത്തങ്ങയിൽ കാട് കയ്യേറി മുത്തങ്ങ ഫോറസ്റ്റിൽ ആദിവാസി ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു മുത്തങ്ങ സമരം. ഭൂ അവകാശങ്ങൾക്ക് വേണ്ടി ആദിവാസികൾ മുത്തങ്ങ ഫോറസ്റ്റിൽ കുടിൽ കെട്ടി അവരുടെ അവകാശം ഉന്നയിക്കുകയും അതേ തുടർന്ന് അവരെ ഒഴിപ്പിക്കാൻ പോലീസ് നടപടി ഉണ്ടാവുകയുമാണ് ചെയ്തത്.